അന്വേഷണം തടയാൻ പറ്റില്ല, കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന ഒരു അന്വേഷണവുമായിട്ട് ഇഡിക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയാമല്ലോ, ഈ സംഘപരിവാറോ അല്ലെങ്കിൽ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ഒക്കെ റോഡിൽ കിടന്ന് പറയുന്നത് പോലെയല്ല ഇവിടെ കോടതികൾ പ്രവർത്തിക്കുന്നത്. കോടതിയിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സംഗതി എന്താണ്? അത് തെളിവാണ്. ഈ CMRൽ അനധികൃതമായി അല്ലെങ്കിൽ ചെയ്യാത്ത ഒരു സേവനത്തിന് വീണയ്ക്ക്, പിണറായി വിജയന്റെ മകൾ എന്ന നിലയിൽ വീണ വിജയന് പൈസ കൊടുത്തിട്ടുണ്ട് എന്നത് ഡിജിറ്റൽ തെളിവുകളാണ്. ഈ CMRലെ സ്റ്റാഫ് തന്നെ ഡയറിയിൽ അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. വീണയ്ക്ക് മാസപ്പടിയായി കൊടുത്തതാണ് ഈ എമൗണ്ട് എന്നുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാത്യു കുഴൽനാടൻ, അതുകൂടാതെ BJPയിലെ ഷോൺ ജോർജ്, ഇവരെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കണക്കുകൾ അടക്കം വെച്ചിട്ട് നാട്ടുകാരോട് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് പ്രസ് മീറ്റിൽ. പക്ഷെ ഇവരെല്ലാം വന്ന് പറഞ്ഞത് എന്താണ്? അത് ടാക്സ് അടച്ചു. അപ്പോ കോടതി പറഞ്ഞത് കള്ളപ്പണമൊക്കെ ഇങ്ങോട്ട് മേടിച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കൈക്കൂലി മേടിച്ചിട്ട് അതിന് ടാക്സ് അടച്ചു എന്ന് വെച്ചുകൊണ്ട് അത് കൈക്കൂലി അല്ലാതാകുന്നില്ല. അതായത് കള്ളപ്പണം തന്നെയാണ്. ഇവിടെ കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ട് എന്നത് ലഭ്യമായ തെളിവുകൾ കൊണ്ട് കോടതിക്ക് ബോധ്യമാവുകയും ചെയ്തു. അതിനാൽ അന്വേഷണത്തിന് അനുമതി. ഇവിടെ എന്ത് സംഘപരിവാറാണ് സ്വാധീനിച്ചത് എന്ന് മുഹമ്മദ് റിയാസ് പറയണ്ടേ?